ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ നാടായ പൊന്നാനിയിലെ 31-ാം വാർഡാണ്. ആദ്യമായി ഞാൻ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ വാർഡിലെ യുവതലമുറയ്ക്ക് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ആദ്യാക്ഷരം പകർന്നു നൽകുന്ന അംഗൻവാടിയാണ്. പല നിറത്തിലും ചായങ്ങളാൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ വരച്ച് കുട്ടികളെ ആകർഷിക്കാൻ പ്രാപ്തമായ ഒന്നാണ് ഞങ്ങളുടെ അംഗൻവാടി. പൊന്നാനിയിലെ ചന്തപ്പടി എന്ന എൻ്റെ നാട് ഒട്ടനവധി വ്യാപാര മേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ്. എന്തൊക്കെ കടകളുണ്ടെന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് കടയാണ് ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ ഇവിടെ വളവിലായുള്ള ബാബൂസ് മെഡിക്കൽസ് അത്യാവശ്യം എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ്. ബാബൂസ് മെഡിക്കൽസിനോട് ചേർന്ന് തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും ഉള്ളത്. റോഡിനിരുവശവും പല നിറത്തിലും പല തരത്തിലുമായുള്ള ഒട്ടനവധി കടകൾ നമുക്ക് വഴിനീളെ കാണാവുന്നതാണ്. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള BSNL എക്സ്ചേഞ്ച് ഓഫീസാണ്. പണ്ട് ഇവിടെ ഒരു ഞാവൽ മരമുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാ അവധിക്കാല ഓർമ്മകളിൽ ആ ഞാവൽ മരത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള പഴക്കമേറിയ ഒരു സിനിമാ തിയേറ്ററാണ്, പൗർണമി ടാക്കീസ്. ഇന്നിവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ അധികം വൈകാതെ തന്നെ ഇത് പുതുക്കി പണിയുമെന്നാണ് കേട്ടറിവ്. ഇത് പൊന്നാനിയിലെ PWD ഗസ്റ്റ് ഹൗസാണ്. പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രമായത് വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇത് പുതുക്കി പണിതു. ദൂരെ നിന്ന് വരുന്നവർക്ക് ദിവസങ്ങൾ മുന്നേ തന്നെ ഓൺലൈനായി ബുക്ക് ചെയ്ത് താമസിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇതിന് തൊട്ട് പിന്നിലായാണ് പൊന്നാനി സബ് ട്രഷറി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂ LP സ്കൂളാണ്. പൊന്നാനിയിലെ തന്നെ വളരെ പഴക്കമേറിയതും ഉന്നത നിലവാരം പുലർത്തുന്നതുമായ പ്രൈമറി സ്കൂളാണ് ന്യൂ LP സ്കൂൾ. പൊന്നാനിയിലെ എല്ലാവരുടെയും ടീച്ചറായ ഗൗരി ടീച്ചർ പ്രധാനാധ്യാപികയായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ചത് ഈ സ്കൂളിലാണ്. പൊന്നാനിയിലെ ചരിത്രപ്രസിദ്ധമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് AV ഹൈസ്കൂൾ. ഒരുപാട് പ്രശസ്തരെ വാർത്തെടുത്ത വിദ്യാലയമാണിത്. റിസർവ് ബാങ്ക് ഗവർണറായ S ജഗന്നാഥൻ, ഇന്ത്യയിലെ അറിയപ്പെടുന്ന ചരിത്രകാരനായ ഡോക്ടർ MGS നാരായണൻ, പ്രശസ്ത സാഹിത്യകാരായ C രാധാകൃഷ്ണൻ, കടവനാട് കുട്ടിക്കൃഷ്ണൻ, ഉറൂപ്പ് മുതലായവരെയും പ്രശസ്ത ചിത്രകാരിയായിരുന്ന TK പത്മിനി തുടങ്ങിയ ഉന്നത വ്യക്തിത്വങ്ങളെ നമ്മുടെ നാടിന് സമ്മാനിച്ച വിദ്യാലയമാണ് 125 വർഷത്തോളം പഴക്കമുള്ള AV ഹൈസ്കൂൾ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K കേളപ്പൻ ഇവിടുത്തെ അധ്യാപകനായിരുന്നു. ഇത് AV സ്കൂളിലെ വിശാലമായ ഓഡിറ്റോറിയമാണ്. ഈ സ്കൂൾ വരാന്തകളിലൂടെ നടക്കുമ്പോൾ പഴയ ഓർമ്മകൾ അയവിറക്കുകയും ഇതാണ് എൻ്റെ ക്ലാസ്സിന് ഒരു പുഞ്ചിരിയോടുകൂടി അച്ഛനെനിക്ക് പറഞ്ഞു തരികയാണ്. AV സ്കൂളിന് ഓപ്പോസിറ്റായി സ്ഥിതി ചെയ്യുന്നത് പൊന്നാനിയിലെ തന്നെ പഴക്കമേറിയ കൃഷ്ണപ്പണിക്കർ വായനശാലയാണ്. ഇതേ കെട്ടിടത്തിൽ തന്നെയാണ് നമുക്ക് ഏവർക്കും സുപരിചിതനും കവിയുമായ ഇടശ്ശേരിയുടെ ഓർമ്മയ്ക്കായി പണിത ഇടശ്ശേരി സാഹിത്യ മന്ദിരം.
പൊന്നാനിയിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം ഈ സ്കൂൾ ചുമരുകളിൽ B.Ed വിദ്യാർത്ഥികൾ വരച്ചിട്ടതാണ് നമ്മൾ ഈ കാണുന്നത്. ലൈറ്റ് ഹൗസ്, അങ്ങാടി, പഴക്കമേറിയ പള്ളികൾ, അമ്പലങ്ങൾ, ചർച്ച് എല്ലാം നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ കാണുന്നത് തൃക്കാവ് അമ്പലക്കുളമാണ്. പൊന്നാനിയിലെ ഹിന്ദു ആരാധനാലയങ്ങളിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന ഒന്നാണ് തൃക്കാവ് അമ്പലം. തൃക്കാവ് അമ്പലക്കുളത്തിന് നടുവിലായി വിദ്യ പകർന്നു തരുന്ന സരസ്വതി ദേവിയുടെ ഒരു ശില്പമുണ്ട്. ഈ അമ്പലക്കുളത്തിനോട് ചേർന്ന് തന്നെയാണ് തൃക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ കാണുന്നത് ഗുജറാത്തിൽ നിന്ന് വന്ന് പിന്നീട് ഇവിടെ സ്ഥിരതാമസമായ ഒരു ചേട്ടുവിന്റെ വീടാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള ഈ വീട് അതിന്റെ നിർമ്മാണ ശൈലി കൊണ്ട് വ്യത്യസ്തമായ ഒന്നാണ്. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വായു ഇപ്പം തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പൊന്നാനി മൊത്തം ഈ വെയിലത്ത് ചുറ്റിക്കറങ്ങിയ എൻ്റെ അച്ഛനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ വീട്, തത്തയിൽ. ഇതെൻ്റെ തറവാടാണ്. ചന്തപ്പടിയെക്കുറിച്ച് പറയുമ്പോൾ തത്തയിൽ വീടിനും അതിൻ്റെതായ പങ്കുണ്ട്. പാലും മറ്റു പാലുൽപ്പന്നങ്ങളും വർഷങ്ങളായി ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടുപോകാറുണ്ട് ഇവിടെ നിന്ന്. ഇതെൻ്റെ വല്യച്ഛൻ്റെ മില്ലാണ്. ഞങ്ങളുടെ തറവാടിൻ്റെ അടുത്തായി തറവാട്ടമ്പലമുണ്ട്. ഒരേ കോമ്പൗണ്ടിലാണ് ഞങ്ങൾ വല്യച്ഛൻ ചെറിയച്ഛന്മാർ താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചുനാട്.